ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ കൃഷിയിടമാണ് കേട്ടോ. ഇപ്പോൾ സീസൺ കഴിഞ്ഞു, ചൂടായതുകൊണ്ട് ഇവിടെ എല്ലാം ഇപ്പം ക്ലിയറാക്കി വെട്ടിയിട്ടേക്കാണ്, കണ്ടില്ലേ. ഇനി ഒക്ടോബറിലൊക്കെ നമുക്കിനി അടുത്ത കൃഷിയിടങ്ങൾ ചെയ്യാൻ പറ്റൂ, കണ്ടില്ലേ. ഇനി അടുത്ത നമ്മുടെ അത്തിപ്പഴം കൃഷിയാണ് നമുക്ക് നോക്കാനുള്ളത്, കണ്ടില്ലേ. അത്തിപ്പഴം കണ്ടോ, അത്തിപ്പഴം കേട്ടിട്ടില്ലേ? അത്തിപ്പഴം അതാണ് കേട്ടോ, അത്തിപ്പഴം ആയിട്ടുണ്ട്. ഇതൊക്കെ അത്തിപ്പഴത്തിൻ്റെ കൃഷിയാണ് കേട്ടോ, എല്ലാം ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സീസൺ എന്ന് വെച്ചാൽ അടുത്ത മാങ്കയുടെ ആണ് കേട്ടോ, കണ്ടില്ലേ. മാങ്കയൊക്കെ എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിയേ, 2 കിലോ വലുതാണ് കേട്ടോ, വലിയ മാങ്കയാണ്. മാങ്കകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് വേറെ കാര്യം വെച്ചാൽ ഇനി അടുത്ത സീസൺ നമ്മുടെ ഈത്തപ്പഴം ഉണ്ടല്ലോ, ഈത്തപ്പഴം നമ്മുടെ തമറെന്ന് പറയും. ഈത്തപ്പഴമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ, എല്ലാം സഞ്ചിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സീസണാണ് കേട്ടോ ഈത്തപ്പഴം, കണ്ടില്ലേ. പൂച്ചകളൊക്കെ അവിടെ നിൽപ്പുണ്ട്, കണ്ട ഈത്തപ്പഴമൊക്കെ ആയിട്ടുണ്ട്. 2 മാസം കൂടെ കഴിഞ്ഞാൽ എല്ലാം പഴുത്ത് വരും. ഇപ്പോൾ നിറയടിച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെയാണ് ഇനി അടുത്ത അതിൻ്റെ സീസണാണ് കേട്ടോ. പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കണ്ടോ. തറയിൽ കുട്ടി നിൽപ്പുണ്ട് ഈത്തപ്പഴം, കണ്ടോ. ഒക്കെ വിളവ് ആയി വരുന്നുണ്ട്, സമയമായിട്ടില്ല. ഇനി 2 മാസം കൂടെ കഴിഞ്ഞാലേ അത് പഴുത്ത് വരും. ഇപ്പോൾ ചൂടല്ലേ, ചൂടായതുകൊണ്ടൊക്കെ നിറം അടിച്ച് ഇങ്ങനെ വരികയാണ്, കണ്ടില്ലേ. പിന്നെ വേറെ ഉണ്ട്, ഇതൊക്കെ മാങ്കോയുടെ കൃഷിയാണ് കേട്ടോ. ഇത് ബർബറിയാണ് കേട്ടോ, ബർബറി മരം. ഇതൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് നമ്മൾ തക്കാളി, വഴുതനങ്ങ, അങ്ങനെയുള്ള കുറേ കൃഷികളൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സീസൺ കഴിഞ്ഞു. പിന്നെ വേറെ കാണിച്ചു തരാം. ഇതാ മാങ്കളൊക്കെ ആയിപ്പോണ്ട് കേട്ടോ, കണ്ടില്ലേ. മാങ്ങ ഇനിയിപ്പോൾ ഏകദേശം ഇനി ഒരാഴ്ചയുടെ കഴിഞ്ഞാൽ മാങ്ങകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.